ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ, വെൽനസ് കോച്ച് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. റീഡിഫൈൻ യുവർ ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന ബവൽ ഇൻഫ്ലമേറ്ററി ഡിസീസസിന്റെ ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഈ ഒരു കേസ് എടുക്കാനുള്ള കാരണം, എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്. ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കം പോലെ വരിക, ചവറ് പോലെ വയറ്റുന്നു പോവുക, ഒന്നും കഴിക്കാൻ താല്പര്യമില്ല, വയറ് വേദനിക്കുക, ഉരുണ്ട് പറയുന്നത് പോലെ ഫീൽ ചെയ്യുക, ഭയങ്കര ഡിപ്രഷൻ, ക്ഷീണം, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് ആണ്. ഇതിനുശേഷം അവർ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്തു. അതിൽ സ്റ്റൂളിൽ ചെറിയൊരു ബ്ലഡിന്റെ അംശം കാണാനും സാധിച്ചു. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കോളനോസ്കോപ്പിയാണ് അടുത്തത് ചെയ്യാനുള്ളത്. കോളനോസ്കോപ്പിയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇതൊരു വൂണ്ടാണ്, ഉള്ളിലുള്ള നമ്മളുടെ കുടലിന്റെ ഭിത്തികളിലുള്ള ഒരു മുറിവാണിത്. അപ്പം ആ ഒരു ഇൻഫ്ലമേഷൻസിനെ ഹീൽ ചെയ്യാൻ നമ്മൾ എന്തായാലും മെഡിസിൻസ് എടുക്കേണ്ടതാണ്. ഈ മെഡിസിൻസിനോടൊപ്പം തന്നെ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാം. കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനോടുകൂടി ഒരു 14 മുതൽ 21 ദിവസം വരെ നിങ്ങൾ ഈ ഒരു ഭക്ഷണ ക്രമീകരണം പാലിക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഹീൽ ചെയ്ത് വീണ്ടും ഇത് വരാതിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനൊരു ഡയറ്റ് പ്ലാൻ തരാം. ആ ഒരു ഡയറ്റ് പ്ലാനിൽ നിങ്ങളൊരു 21 ദിവസം കൃത്യമായിട്ട് പോയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വളരെ ട്രിഗർ ചെയ്തിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലൂസ് മോഷനും അതേപോലെ ബ്ലഡും ഒക്കെ കാണുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇമീഡിയറ്റ്ലി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട. ആദ്യം ഒന്ന് മെഡിസിൻ എടുത്ത് ഇതൊന്ന് പെയിനൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്തതിന് ശേഷം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഡയറ്റിൽ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ പാട് ജീരകവെള്ളം കുടിക്കുക. നല്ല ചെറു ചൂടോട് കൂടിയിട്ടുള്ള ജീരകവെള്ളം. കാരണം അതൊരു ഹീലിംഗ് പ്രോസസ്സിന് സഹായിക്കുന്ന ഒരു മെഡിസിനൽ ഡ്രിങ്ക് ആണ് ജീരകവെള്ളം. അതിനുശേഷം നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ, ആദ്യം തുടങ്ങുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക, 1/4 ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഡിസിനും കൂടിയാണ്. അപ്പം ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഒരു സ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ എടുത്ത് തുടങ്ങുക. പിന്നെ സാവധാനം വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അത് കൂട്ടി 1 ടീസ്പൂൺ വരെ ആക്കുക. അതിനുശേഷം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നിങ്ങൾ ഇഡ്ഡലി, അതും പുളിക്കാത്ത ഇഡ്ഡലി, അധികം നേരം പുളിക്കാതെ നിങ്ങളൊരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഇഡ്ഡലിക്ക് അരി കുതിർക്കുക. ശേഷം രാത്രി തന്നെ ഒരു 8-9 മണി 10 മണിക്കുള്ളിൽ അത് അരയ്ക്കുക. തണുത്ത വെള്ളത്തിൽ വെക്കുക. അധികം ഒന്ന് പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ വെക്കുക. രാവിലെ ഈ ഒരു ഇഡ്ഡലി വേണം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ. ഇഡ്ഡലിയുടെ കൂടെ നിങ്ങൾ ചമ്മന്തിയാണ് ഉപയോഗിക്കേണ്ടത്. സാമ്പാർ തൊടാൻ പാടില്ല. അപ്പോൾ നല്ല അധികം മുളകില്ലാത്ത അധികം എരിവില്ലാത്ത പച്ചമുളകിൻ്റെ ചമ്മന്തി അരയ്ക്കുക. ആ ഒരു വെള്ള ചമ്മന്തിയും ഇഡ്ഡലിയും നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഈ ഒരു ഡയറ്റ് കുറേ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. എങ്കിലും